സോ ഫസ്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം റൈറ്റ് കോർണറിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള തമ്പനെയിലിൻ്റെ മുകളിൽ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് കവർ, എഡിറ്റ് വീഡിയോ എന്ന് പറഞ്ഞു എഡിറ്റ് കവർ കൊടുക്കുക. എന്നിട്ട് തമ്പനെയിൽ സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് തമ്പനെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തമ്പനെയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് വരെ അങ്ങനെ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൻ്റെ ആപ്പ് ത്രൂ വെച്ച് കയറുമ്പോൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ കണ്ടത്. ഇതിലൊന്ന് എഡിറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഇൻ്റർഫേസിൽ അങ്ങനെ ഒരു തമ്പനെയിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനോ ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ടൈറ്റിൽ കാണുന്നതിന് അവിടെ ഒന്നും കാണുന്നില്ല. ഒരു എഡിറ്റിൻ്റെ ഓപ്ഷനും തമ്പനെയിൽ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനും ഒന്നും ഇല്ല അപ്പോൾ ഇതുവരെ. സോ ഇനി അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫോണിൽ ഏതെങ്കിലും വെബ് യൂസ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ക്രോമിൽ കയറിയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് ആക്കിയിട്ട് www.facebook.com അടിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ ആ ടോപ്പ് റൈറ്റ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പോസ്റ്റ് വരും. എഡിറ്റ് പോസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ അതിനുശേഷം ഇതേതൊരു വീഡിയോ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ലോഡാവുന്നില്ല പ്രോപ്പറായിട്ട്. സോ ഫോണിലെന്ത് ഇഷ്യൂ കാരണം ഞാൻ ലാപ്പിലാണ് കയറുന്നത്. ഇപ്പോൾ ലാപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ ഡെസ്ക്ടോപ്പ് വ്യൂ ഇട്ട് കാണുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ലാപ്പിൽ നിങ്ങൾ കയറിയിട്ട് ഫേസ്ബുക്കിൽ കയറുക. ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ലോഗിനാണ്. അപ്പോൾ ഇതുപോലെ പേജ് വരും. എന്നിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നമ്മൾ ഏത് പോസ്റ്റാണോ എഡിറ്റ് ചെയ്യേണ്ടത്, തമ്പനെയിൽ എഡിറ്റ് ചെയ്യേണ്ടത്, ആ പോസ്റ്റ് എടുക്കുക. ആ പോസ്റ്റ് എടുത്തതിന് ശേഷം അതിൽ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പോസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോണിൽ ചെയ്ത അതേമാതിരി തന്നെ സെയിം മെത്തേഡിൽ ചെയ്യുക. എഡിറ്റ് പോസ്റ്റ് എടുത്തതിന് ശേഷം വീഡിയോ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെവിടെ സ്റ്റക്ക് ആയത് ആ സെയിം ഫേസ് വരും. എന്നിട്ട് അതിൽ ചേഞ്ച് തമ്പനെയിൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് കൊടുക്കുക. അപ്ലോഡ് ഇമേജ് എടുക്കുക. ഫോൾഡറിൽ അവിടെ എടുക്കുന്ന ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ തമ്പനെയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ബൈ.